യഹോവയിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. മനുഷ്യരുടെ ഹൃദയം കാറ്റുകൊണ്ട് വൃക്ഷങ്ങൾ കുലുങ്ങുന്നത് പോലെ ഭയത്തിനടിമപ്പെടുന്നു. അവരുടെ ധൈര്യം ക്ഷയിക്കുന്നു. ജോലി നഷ്ടപ്പെടുമോ, സാമ്പത്തികമാന്ദ്യം വരുമോ, പകർച്ചവ്യാധി വരുമോ, മേലുദ്യോഗസ്ഥൻ ഞങ്ങളോട് പിണങ്ങുമോ, ബന്ധുക്കൾ ശത്രുക്കളാകുമോ, സ്നേഹിതരകന്നു പോകുമോ, കുടുംബാംഗങ്ങൾ ഞങ്ങളെ തള്ളിക്കളയുമോ, ഒത്തിരി കാര്യങ്ങളാണ്. ഇതിനെല്ലാം പരിഹാരം എവിടെയാണ്? സങ്കീർത്തനം 31:24, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ. നമ്മുടെ പ്രത്യാശ മനുഷ്യരിലാകുമ്പോൾ, ലോകത്തിലാകുമ്പോൾ അതൊരു പാക്കേജാണ്. അതിൻ്റെ കൂടെ ഭയവും ടെൻഷനും ലോകം തരും, പിശാച് തരും. മറുവശത്ത് വിളിയുള്ള ഒരുത്തനെ സംബന്ധിച്ച് ദൈവം ചില സാഹചര്യങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും. ആ വാഗ്ദത്തങ്ങളിലേക്കുള്ള ദൂരം, ആ സമയത്താണ് നമ്മുടെ പ്രത്യാശ മാറുന്നത്, നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നത്. 13 വർഷത്തെ ജോസഫിൻ്റെ കഷ്ടപ്പാട്, 40 വർഷത്തെ മോശയുടെ അലച്ചിൽ, ഇതെല്ലാം അവരെ മാറ്റി, അവരുടെ കാഴ്ചപ്പാട് മാറ്റി, അവരുടെ ലക്ഷ്യം മാറ്റി. അവരുടെ പ്രത്യാശ യഹോവയായി, ദൈവമായി. അപ്പോഴേക്ക് ഭയമില്ലാണ്ടായി. ഇതുപോലെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ നന്മയ്ക്കാണ്, നമ്മുടെ കാഴ്ചപ്പാട് മാറാനാണ്. നമ്മുടെ ലക്ഷ്യം യേശുവാകും. യേശുവിൻ്റെ മുഖം കാണുക എന്നുള്ളതാകും. ഇവിടുത്തെ സാന്നിധ്യത്തിനുള്ള കൊതിയാകും. അപ്പോൾ ഓട്ടോമാറ്റിക് ഭയവും ടെൻഷനും മാറിപ്പോകും.